السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇവിടെ അനൗൺസ്മെന്റിൽ നിങ്ങളിങ്ങനെ മുഹിയുദ്ദീൻ മൗലവിയാൻ പാർട്ടി എന്നൊക്കെ കേട്ടപ്പോ ഇതെന്താ സംഭവം എന്ന് ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കഥാപ്രസംഗം എന്നൊക്കെയാണ് അനൗൺസ് ചെയ്തത്. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പഴയ കാലഘട്ടത്തിൽ PVM കുട്ടി പൊന്നാനി എന്ന പേരിൽ പല സ്ഥലങ്ങളിലും കഥാപ്രസംഗം അവതരിപ്പിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ. നിങ്ങളെ ഈ കൽപ്പറ്റയിലും ഞാൻ ഒരു 10-20 വർഷം മുമ്പ് വന്ന് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. പിന്നീട് ആദർശപരമായ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അതിൽ നിന്നൊക്കെ ടച്ച് വിട്ടു മറ്റൊരു രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഥാപ്രസംഗം എന്നല്ല, ഈ ഗാനം എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. മ്യൂസിക് ഇല്ലാത്ത അർത്ഥവത്തായ ഗാനങ്ങൾ അത് ആലപിക്കാൻ ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. എന്തുകൊണ്ടാണത് നമ്മുടെ സദസ്സുകളിൽ അങ്ങനെ ഒരു സംവിധാനങ്ങൾ ഒരുക്കിക്കൂടാ എന്ന അർത്ഥത്തിൽ ഒരു പ്രോഗ്രാം തിരൂര് സംഘടിപ്പിച്ചപ്പോ നമ്മുടെ ബഹുമാന്യനായ നിസാർ സാഹിബ് അത് കേട്ടു. അദ്ദേഹമാണ് എന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം വിളിക്കുന്നത്. സ്വാഭാവികമായും പിന്നണിയിൽ പാടാൻ ആള് വേണം, അതുപോലെ തന്നെ സമയം വേണം, സൗകര്യങ്ങൾ വേണം. അപ്പോഴാണ് അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പിന്നണിയെ കിട്ടാതെ വന്നപ്പോ ഞാൻ സ്വാഭാവികമായി ഒന്ന് പിന്മാറി. തൽക്കാലം അത് വേണ്ട എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഒരു താല്പര്യക്കുറവ് ഞാൻ കാണിച്ചു. പക്ഷേ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശപൂർവം അവരിത് നടത്തണം, നിങ്ങൾ ഒറ്റക്കായാലും വേണ്ടില്ല, നിങ്ങൾ അത് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാനത് താല്പര്യം കുറയാനുള്ള ഒരു കാരണം, ഇതൊരു ചരിത്രമല്ല. നമ്മളൊരു ചരിത്രം പറയുമ്പോഴാണ് സ്വാഭാവികമായ ഒരു കഥാപ്രസംഗം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ചരിത്രമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റക്ക് വന്ന് ഒരു പ്രസംഗ രൂപത്തിൽ ചില ഗാനങ്ങൾ ചേർത്ത് ഞാൻ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട്, നിങ്ങൾ ഈ പരിപാടിയെ കുറിച്ച് കേട്ടപ്പോ നിങ്ങൾ വിചാരിച്ചു കാണും എന്തൊക്കെയോ സംഭവങ്ങളാണെന്ന്. നിങ്ങൾ വിചാരിച്ചതുപോലെ ദും ദും കൊട്ടാൻ തബലയതില്ല, ജിൽ ജിൽ കേൾക്കാൻ ചിലമ്പൊലിയില്ല, ദിം ദിമ തരികിട തങ്ക തുങ്ക തദിഗിണ മദ്ദളമില്ല, ഹാർമോണി ഗിറ്റാറുമില്ല, വയലിൻ വീണയതില്ല. അത്തരത്തിലുള്ള പരിപാടി ഒന്നുമില്ല. ഇത് നമ്മളൊരു ഖുർആന്റെ സദസ്സാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട്
നിങ്ങളതിൻ്റെ പഠിതാക്കളാണ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പൊ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഖുർആനുമായി ബന്ധപ്പെട്ട നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെ ചില ഇശലുകൾ ചേർത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹദോന്റെ തിരുനാമം മൊഴിന്ത് ഞാൻ തുടങ്ങുന്നു, അഹ്മദ് നബി മേലിൽ സ്വലാത്തോതുന്നു, ആല് അസ്ഹാബിൽ ഗുണത്തിനായി ദുആ ചെയ്യുന്നു, സനബിൽ കുടുംബ സംഗമത്തിനായി അണിചേർന്ന ഖുർആനിൻ പഠിതാക്കൾക്കുണർവ് നൽകി, ഇതുപോൽ സ്വർഗത്തിൽ ഒരുമിക്കാൻ തുണ നൽകണേ. പ്രിയമുള്ള സഹോദരങ്ങളെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു തആല മാനവർക്ക് മാർഗദർശനമായി പ്രപഞ്ചാതീതനായ അല്ലാഹു സുബ്ഹാനഹു തആല ഏഴാകാശങ്ങൾക്കപ്പുറത്തുനിന്ന് ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച അല്ലാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ വാക്താക്കളാണ് നമ്മളെല്ലാം. ഫുർഖാനുൽ അലീമാണ്, പരിശേറും പൂങ്കാവാണ്, പവിത്രത തിളങ്ങുന്ന താരാമ്പരമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്. അതെ, തമസ്സുമുറ്റിയ തപോയുഗത്തിൽ വിവരമില്ലാത്ത, സംസ്കാരമില്ലാത്ത കൊള്ളയും കൊലപാതകവും അതുപോലെ തന്നെ സകലമാന വൃത്തികേടുകളും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഒരു വിഭാഗം ജനങ്ങളിലേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയ പവിത്രമായ ആ പരിശുദ്ധമായ വേദഗ്രന്ഥം, ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുസ്ലിങ്ങളുടെ മാത്രം ഗ്രന്ഥമല്ല, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഗ്രന്ഥമല്ല, ഏതെങ്കിലും പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ഗ്രന്ഥമല്ല, മറിച്ച് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധമതക്കാരനും ജൈന മതക്കാരനും മതമുള്ളവനും മതമില്ലാത്തവനുമായ സകലമാന മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയ പരിശുദ്ധമായ ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലൂടെ അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്, യാ അയ്യുഹൻ നാസ് قد جاءتكم موئلة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين يا أيها الناس ഹേ മുസ്ലിങ്ങളെ എന്നല്ല, ഹേ ഹൈന്ദവരെ എന്നല്ല, ഹേ അറബികളെ എന്നല്ല, ഹേ ഇന്ന സ്ഥലത്തുകാരെ എന്നല്ല, യാ അയ്യുഹന്നാസ്, ലോകത്തിന്റെ എവിടെ ജീവിക്കുന്ന ഏത് ഭാഷ സംസാരിക്കുന്ന ഏത് സംസ്കാരത്തിന്റെ ഉടമകളായിരുന്നാലും ഹേ മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇലത്തുൻ മിർ റബ്ബിക്കും, ഇതാ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സദുപദേശം ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്ന, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തി നൽകുന്ന, സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവുമായിട്ടുള്ള വഴികാട്ടിയുമായിട്ടുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ വന്നെത്തിയിരിക്കുന്നു. ആ ഖുർആൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എങ്ങോട്ട്? ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. അതെ, അല്ലാഹുവിന്റെ പരിപാവനമായ ഗ്രന്ഥം ഒരു കാവ്യമല്ല, ഒരു കവിതയല്ല, ഒരു ഗാനമല്ല, ഒരു നോവലല്ല, ഒരു സാഹിത്യമല്ല. എന്നാൽ ഇതിനെല്ലാം കവച്ചു വെക്കുന്ന മാനവ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന
അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി അഖ്വം, ഏറ്റവും ചൊവ്വായ ഏറ്റവും നല്ല ഒരു പാന്താവിലേക്ക് നിങ്ങളെ ഈ പരിശുദ്ധ ഖുർആൻ വഴി നടത്തുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിങ്ങളെ വഴി നടത്തുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം തമസ്സുമുറ്റിയ തമോയുഗം, ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടം. മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ തന്നെ കൊള്ളയും കൊലപാതകവും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ, സകലമാന തോന്നിവാസങ്ങളും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഒരു വിഭാഗം ജനങ്ങളിലേക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇറങ്ങുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആമിനയുടെയും അബ്ദുള്ളയുടെയും പ്രിയപ്പെട്ട പുത്രൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടക്കുന്ന സകലമാന തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ, അതായത് മുഹമ്മദ്, അതായത് പരിശുദ്ധമായ കഅബയിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ജബലുൻ നൂർ എന്ന് പറയുന്ന ആ പർവ്വതത്തെ തിരഞ്ഞെടുക്കുകയാണ്. ഈ കാണുന്ന പേക്കൂത്തുകൾ, ഈ കാണുന്ന തിന്മകൾ അത് അംഗീകരിക്കാൻ സാധ്യമല്ല, അത് അവരുമായി ലയിക്കാൻ സാധ്യമല്ല, അത് കണ്ടു നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇറാ ഗുഹയിൽ പോയി ഏകാന്തവാസനായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുകയും ഈ നാട്ടിൽ നടക്കുന്ന തിന്മകളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവുകയും ചെയ്യുമ്പോഴാണ് മാലാഖ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടേക്ക് ഇറങ്ങി വരുന്നത്. ഇറാ ഗുഹയിൽ നബി തനിച്ചിരിക്കും നേരം ജിബ്രീൽ ഖുർആൻ ഓതിടുന്നേ, ഇറഗുഹയിൽ നബി തനിച്ചിരിക്കും നേരം ജിബ്രീൽ ഖുർആൻ ഓതിടുന്നേ, ഓതാനറിയില്ലരുളി നബിയെന്ന്, ഓതാനറിയില്ലരുളി നബിയെന്ന് ജിബ്രീൽ കൂട്ടി പിടിച്ചിടുന്നേ. നിങ്ങൾക്ക് ശരിക്കും കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? 2 അനുഗ്രഹമാണ്. ഒന്ന് ഖുർആൻ എന്ന അനുഗ്രഹം, മറ്റൊന്ന് മഴ എന്ന അനുഗ്രഹം. അപ്പൊ എനിക്കൊരു എഴുത്ത് തന്നത് അവിടെയുള്ള ആളുകളൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി ഇരിക്കാനാണ്. നിങ്ങൾ ചിന്ന ഭിന്നമായിട്ട് ഇരിക്കണ്ട. കണ്ടാ, ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കടന്നു വരുന്ന സമയത്ത് ഇവിടെ ബക്കറ്റ് പിരിവ് നടത്തുക. അപ്പൊ ബക്കറ്റ് പിരിവ് നടത്തിയപ്പോ സത്യത്തില് ഞാൻ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പരിപാടി എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. ഇതുപോലെ പരിപാടി നടക്കുന്നതിന്റെ ഇടയിൽ ബക്കറ്റ് കൊണ്ട് ആളുകളെ വിടും. എന്നിട്ട് നമ്മളൊരു പാട്ട് പാടും. ബക്കറ്റ് പിരിവ് നടന്നിടുന്നേ, അതിനായി ആളുകൾ വന്നിടുന്നേ, ചില്ലറ ആരും കൊടുത്തിടല്ലേ, 100ന്റെ നോട്ടുകൾ നൽകിയിടണേ. ഇവിടെ പാടാൻ പറ്റൂലല്ലോ എടാ. അപ്പൊ ഞാനത് കണ്ടപ്പോ എന്റെ മനസ്സിലേക്ക് അത് ഓർമ്മ വന്നടാ. ഞാൻ മനസ്സിലാക്കിയത് പരിമിതമായ സാമ്പത്തികമായ ആ ഉള്ളത് കൊണ്ട് നല്ല ഗംഭീരമായ ഒരു പരിപാടി സംഘാടകർ ഇവിടെ നടത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഏതായിരുന്നാലും പ്രിയമുള്ളവരെ, നമ്മളെല്ലാം നെഞ്ചിലേറ്റുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സന്ദർഭം. ഹിറാ ഗുഹ കണ്ടോരുണ്ട്? ഇതില് ഹിറാ ഗുഹ കണ്ടോർന്ന് കൈ പൊക്കിയേ. മാഷാ അല്ലാഹ്. ഹിറാ ഗുഹ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച സംഭവം ഒന്നല്ല അല്ലേ. 1 കിലോമീറ്റർ, അതായത് 650ഓളം മീറ്ററുകൾ ഉയരത്തിലാണ്. ഇന്നതിന് സ്റ്റെപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്ന 1200 സംതിങ് സ്റ്റെപ്പ് ഉണ്ട്. 1 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വേണം അതിന്റെ മുകളിൽ എത്താൻ. നോക്കൂ നിങ്ങൾ, അന്ന് സ്റ്റെപ്പില്ല. അന്ന് കല്ലും മുള്ളും നിറഞ്ഞ വലിയ ഒരു പർവ്വതമാണ്. ആ പർവ്വതം ഗുഹ എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കും വിശാലമായ ഗുഹ അല്ല, ഒരു ഇടുങ്ങിയ ഒരു സ്ഥലം, ഒരാൾക്ക് മാത്രം ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അവിടെയാണ് മുഹമ്മദ് എന്ന പ്രവാചകൻ, അതേ പ്രവാചകനായിട്ടില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി ഏകാന്തവാസനായി ഇരിക്കുകയാണ്. അങ്ങനെ ഒരു റമളാൻ മാസം നമുക്കറിയാം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മുഹമ്മദ് എന്ന ആ മനുഷ്യൻ ആ ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭത്തില് അതാ പരിശുദ്ധമായ റമളാൻ, ആ റമളാനിന്റെ ഒരു രാത്രിയിൽ നട്ടപ്പാതിരാ സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡില്ല, ഒരു തൂവെളിച്ച പോലുമില്ല, പരിസരങ്ങൾ ആകെ ഇരുൾ മൂടിക്കിടക്കുന്ന ആ സന്ദർഭത്തില് ഒരാള്
പർവ്വതം കയറി വരികയാണെന്നുണ്ടെങ്കിൽ, ആ മല കയറി വരികയാണെങ്കിൽ കല്ലുകൾ ഉരുണ്ട് വീഴുന്ന ശബ്ദം ആ ഗുഹയിൽ ഇരിക്കുന്ന ആൾക്ക് കേൾക്കാം. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അതിനു മുമ്പ് ഒരു ശനിയാഴ്ചയും ഒരു ഞായറാഴ്ചയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വെളിച്ചം കാണുകയാണ്. ആ വെളിച്ചത്തിലേക്ക് പ്രവാചകൻ നോക്കുകയാണ്. പക്ഷേ ആ വെളിച്ചം അപ്രത്യക്ഷമായി. എന്നാൽ തിങ്കളാഴ്ച പാതിരാ സമയത്ത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെ പരിപാവനമായ ഖുർആനിന്റെ ആരംഭം അവിടെ നടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇരിക്കുന്ന സന്ദർഭത്തില് അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് മലക്കാണോ എന്ന് പ്രവാചകനക്ക് അറിയില്ല. എന്നാൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. പ്രവാചകനെ ചേർത്ത് പിടിച്ച ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് ഓതാൻ അറിയില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓത്തുപള്ളിയിൽ ഓതിയിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്കൂളിൽ പോയിട്ടില്ല. മതവിദ്യാഭ്യാസം നുകർന്നിട്ടില്ല. ഭൗതികമായ വിദ്യാഭ്യാസം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയില്ല. അവിടെയാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് വായിക്കാൻ വേണ്ടി പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് ഓതാൻ അറിയില്ല, എനിക്ക് ഓതാൻ അറിയില്ല. രണ്ടാമത് ആ പിടുത്തം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ പിടിച്ച് പിന്നെ അങ്ങോട്ട് വിട്ടു. എന്നിട്ട് രണ്ടാമത് വീണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, മാ അന ബിഖാരി. 3 തവണ അല്ലാഹുവിന്റെ പ്രവാചകനെ പിടിച്ച് ഞെരുക്കിക്കൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുക്കുകയാണ്. അതികഠോരമായ വിശുദ്ധ ഖുർആനിന്റെ ആശയ സമ്പുഷ്ടമായ അല്ലാഹുവിന്റെ അനിർവചനീയമായ അമൃതം വചനം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിനെക്കുറിച്ച് പറയുകയാണ്, ഫഅഖദനി ഫഅത്വനി ഹത്താ ബലഅ മിന്നിൽ ജഹദ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എനിക്ക് വിഷമമുണ്ടാകുന്നത് വരെ, എനിക്ക് പ്രയാസമുണ്ടാകുന്നത് വരെ, ഞാൻ പേടിച്ച് ഭയപ്പെടുന്നത് വരെ മഹാനായ ജിബ്രീൽ എന്നെ മുറുക്കി പിടിക്കുകയാണ്, എന്നെ ശക്തിയോടുകൂടെ അമർത്തി പിടിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭയപ്പാടോടുകൂടെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഏറ്റുപറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അവിടുന്ന് ആരംഭിക്കുകയാണ്. സഹോദരന്മാരെ, ഇതൊരു വിശാലമായ ചരിത്രമാണ് കേട്ടോ. ഇപ്പൊ സമയമില്ലാത്തത് കൊണ്ടാണ് ചുരുക്കി പറയുന്നത്. കണ്ടോ, ചെറിയ രൂപത്തിൽ അവതരിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റൊരു ദിവസം വെച്ചോ വിശാലമായിട്ട് മറ്റൊരു ചരിത്രം പറയാം. കണ്ടോ, എന്തായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചു മുറുക്കി എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ വിട്ടു. പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുക. എവിടേക്കാ ഓടുന്നത്? മഹാനായ പ്രവാചകനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അബൂ താലിബ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ഹംസത്ത് ബിൻ അബ്ബാസിന്റെ അവിടെ, അല്ലെ? ഇവരുടെ അടുത്തേക്ക് ഒന്നും ഓടിയില്ല. നേരെ റസൂലുള്ളാഹി ഓടിയത് എവിടെയാ? മഹാനായ ഖദീജ റളിയല്ലാഹു അൻഹായുടെ അരികിലേക്ക് ഓടിച്ചെന്നിട്ട് എന്താ പറഞ്ഞത്? പുതപ്പിട്ടു മൂടു ഖദീജ, ചേർത്തൊന്നണയ്ക്കു ഖദീജ, സമ്മിലൂനി 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 ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ, എനിക്ക് പേടിയാവുന്നു ഖദീജ, ഇന്ന സംഭവങ്ങളുണ്ടായ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജയുടെ അരികിലേക്ക് ഓടുകയാ. ഖദീജ റളിയല്ലാഹു അൻഹ നേരെ ഭാര്യന്റെ അടുത്തേക്കാ ഓടിയത്. അതായത് അവിടെ ഇസ്ലാം പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? എന്തിനാ വിവാഹം കഴിക്കുന്നത്? വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ. ബാക്കി നിങ്ങൾ പറയൂ. ലിതസ്കുനു ഇലൈഹ, അല്ലേ? ഒരു സമാധാനം കിട്ടാൻ വേണ്ടി. അതായത് ഭർത്താവ്
പുറത്തുനിന്ന് ടെൻഷൻ അടിച്ച്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇറാഖുവ എന്ന് പറഞ്ഞാല് പ്രവാചകന്റെ വീടിന്റെ അടുത്തൊന്നുമല്ല. ഇറാഖുവയിൽ നിന്ന് റസൂലുള്ള അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാൻ ഏകദേശം 1 മണിക്കൂർ പിടിച്ചു. വീട്ടിലേക്ക് എത്താൻ 1 മണിക്കൂർ പിടിച്ചു. 2 മണിക്കൂർ, അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിടുത്തങ്ങട് വിട്ടതിന് ശേഷം 2 മണിക്കൂർ പ്രവാചകൻ ഓടി പോയത് ഖദീജയുടെ അരികിലേക്കാണ്. ഒരു വെട്ടമില്ല, ഒരു വെളിച്ചമില്ല, ഒരു ഇലക്ട്രിസിറ്റി ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ല. അങ്ങനെയാണ് പ്രവാചകൻ നേരെ ഖദീജയുടെ അടുത്തേക്ക് ഓടുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹാ അള്ളാന്റെ റസൂലിനെ സ്വീകരിക്കുക. എങ്ങനെ സ്വീകരിച്ചെന്നറിയോ? എനിക്ക് പേടിയാവുന്നു ഖദീജ, എന്നെ പുറപ്പെട്ടു മൂടൂ ഖദീജ, എനിക്ക് പേടിയാവുന്നു ഖദീജ എന്ന് പറഞ്ഞപ്പോ ഖദീജ റളിയല്ലാഹു അൻഹാ പ്രവാചകനെ വാരിപ്പുണർന്ന് തന്റെ ശരീരത്തോട് മാറോട് ചേർത്ത് ഒരല്പനേരം ഇങ്ങനെ അമർത്തി പിടിച്ചു എന്നുള്ളതാണ്. അൽഹംദുലില്ലാ. അതാണ് ഭാര്യ. നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. ഇതേപോലെ നമ്മളിങ്ങനെ ഏതോ ഒരു ഗുഹന്റെ ഉള്ളിൽ പോയിട്ട്, അലാക്കിന്റെ ഒരു ഗുഹന്റെ ഉള്ളിൽ, ആള് മനുഷ്യരില്ലാത്തൊരു ഗുഹന്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ ഇതേപോലെ ഏകാന്തവാസനായിട്ട് ഇരുന്ന് ഇതേപോലെ പേടിച്ചിട്ട് വീട്ടിലേക്ക് വരിക. എന്നിട്ട് പറയാ, എടി എനിക്ക് പേടിയാവണം, എനിക്ക് വെള്ളം കൊണ്ട, എനിക്കൊരു പുറപ്പ് വേണ്ട. പോയിക്ക മനസ്സിലാവണം, അങ്ങനെ തന്നെ വേണമെങ്കിൽ. നിങ്ങളോട് ആരാ കുന്ത്രാണ്ടത്തിന്റെ മേലെ പോയി കയറിക്കാൻ പറഞ്ഞത്? എവിടെയും സ്ഥലമില്ലായിട്ട് എത്രയോ ദൂരത്തുള്ള ആ മലന്റെ മുകളിൽ പോയിട്ട് ഒളിച്ചിരിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച ആട്ടം പൂട്ടുന്നു അല്ലേ? അതല്ല റസൂലുള്ളാഹി ചെയ്ത, ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തത്. അതുകൊണ്ടല്ലേ ഖദീജ ബീവിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നല്ലേ നബിക്ക്. ഖദീജ ബീവി എന്തേത്? ആ പേടിച്ചു വരുന്ന ആളോട് എന്താ സംഭവിച്ചതെന്ന് പോലും ചോദിച്ചില്ല. എന്താ സംഭവിച്ചെന്നൊന്നും ചോദിച്ചില്ല. നമ്മളാണെങ്കിലോ പേടിച്ച് എന്തേ ആരെ പട്ടിന്റെ ബാക്കില് നിങ്ങൾക്ക് എന്താ പറ്റിയത് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ബേജാറാക്കാൻ നിൽക്കും. പക്ഷേ ഖദീജ റളിയല്ലാഹു അൻഹ ഒന്നും മിണ്ടിയില്ല. അല്ലാഹുവിന്റെ റസൂലിനെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു, ഒരല്പനേരം അമർത്തി പിടിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ടെൻഷൻ ആ സമയത്ത് തന്നെ അല്പം ആശ്വാസമാവുകയാ. പ്രവാചകൻ അവിടെ കിടത്തി പുതപ്പിട്ട് മൂടിക്കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തല ഇങ്ങനെ ഓടിയിട്ട് പറയുന്നു, കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. കല്ലാ, ഒരിക്കലുമില്ല, ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ, അങ്ങ് പേടിക്കണ്ട, അല്ലാഹുവാണ് സാക്ഷി, ഒരിക്കലും അല്ലാഹു കൈവടിയുകയില്ല. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത, അതായത് പ്രവാചകനാകുന്നതിന് മുമ്പ് പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായ പോസിറ്റീവുകള് മഹാനായ പ്രവാചകനോട് ഖദീജ റളിയല്ലാഹു അൻഹ എടുത്തു പറയാ, ഇന്നക ലതസ്ലുർ റഹീം, തീർച്ചയായും അങ്ങ് കുടുംബ ബന്ധം പുലർത്തുന്നവനാണ്, അങ്ങ് പാവങ്ങളുടെ അത്താണിയാണ്, അങ്ങ് യതീമുകളുടെ സംരക്ഷകനാണ്, അങ്ങ് ആലംബഹീനർക്ക്, അവശരായ ആളുകൾക്ക് ആലംബഹീനരാണ്, അങ്ങനെ എല്ലാവിധത്തിലും ഒരുപാട് നന്മകൾ ചെയ്യുന്ന മനുഷ്യനാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങയെ ഒരിക്കലും അല്ലാഹു കൈവടിയുകയില്ല. അങ്ങനെ അവിടെ കിടത്തി സാവകാശം കുറച്ച് കഴിഞ്ഞ് പ്രവാചകനക്ക് ആശ്വാസമായപ്പോ ഖദീജ ചോദിക്കുക, എന്താ സംഭവിച്ചത്? കുറെ സമയം കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ബേജാറാക്കിയില്ല അല്ലേ? കുറെ കഴിഞ്ഞിട്ട് ചോദിക്കുക, എന്താ സംഭവിച്ചത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ഉടനെ തന്നെ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ, ഖദീജ ബീവിയുടെ കസിൻസായ വറഖത്ത് ബിൻ നൗഫൽ, നമുക്കറിയാവുന്ന ചരിത്രമാണ്. വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. അവിടെ പോയിട്ട് ബീവി ഖദീജ ബി അന്ന് വറഖത്തിൻ അരികിലേക്ക് മുത്തുനബിയെ കൊണ്ടുപോയി കാര്യമറിയിച്ചു. മൂസയുടെ ചാര വന്ന റൂഹുൽ അമീനാണിതെന്ന് ചെന്ന നേരം ഇബ്നു നൗഫൽ വിവരമറിയിച്ചു. ഇഞ്ചീലിലും തൗറാത്തിലുമെല്ലാം നൈപുണ്യമുള്ള പണ്ഡിതനായിരുന്ന, എന്നാൽ തൗഹീദിൽ വിശ്വസിച്ചിരുന്ന, വിഗ്രഹാരാധനയ്ക്ക് ശക്തമായി എതിർത്തിരുന്ന വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ആ മഹാമനീഷി, വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, ഖദീജ, ഇത് മൂസയുടെ അരികിലേക്ക് വന്ന നാമൂസാണ്, അതായത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇദ്ദേഹം ഒരു പ്രവാചകനായി അള്ളാഹു ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇദ്ദേഹം പ്രബോധനം നടത്തുന്ന സമയത്ത് ഈ നാട്ടുകാർ ഇദ്ദേഹത്തെ പുറത്താക്കും. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു,
എന്റെ നാട്ടുകാർ, അൽ അമീൻ എന്നെ വിളിക്കുന്ന എന്റെ നാട്ടുകാർ. റസൂലുള്ളാഹിനെ ആളുകൾ എന്താ വിളിച്ചിരുന്നത്? അൽ അമീൻ, സത്യസന്ധൻ, ജീവിതത്തിൽ ഒരു നുണ പോലും പറയില്ല. ഇനി നമ്മൾ എണ്ണി നോക്കിയമ്മായി ഇന്ന് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് എത്ര നുണ പറഞ്ഞെന്ന് അല്ലേ? നമ്മൾ സ്കൂളിൽ പോയി, മദ്രസയിൽ പോയി, ഖുർആൻ ക്ലാസ്സിൽ പോയി, ഖുർആൻ പഠിച്ചോ, എന്നിട്ട് നുണ പറയാ. റസൂലോ ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിച്ചില്ല, ഓത്തുപള്ളിയിലോതിയില്ല എങ്കിലും ബാലൻ ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോദിയില്ല. ജീവിതത്തിൽ കളവ് പറയാത്ത പ്രവാചകൻ, ജീവിതത്തിൽ തമാശക്ക് പോലും കളവ് പറയാത്ത പ്രവാചകൻ. അള്ളാഹുവിന്റെ റസൂലിനെ അത്രമേൽ ഇഷ്ടമായിരുന്നു ആ നാട്ടുകാർക്ക്, അത്രമേൽ സന്തോഷമായിരുന്നു മുഹമ്മദിനെ അവിടെയുള്ള ആളുകൾക്ക്. അപ്പോഴാണ് റസൂലുള്ള ചോദിക്കുന്നത്, എന്റെ നാട്ടുകാരെന്നെ പുറത്താക്കുമോ? ബറക്കത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു, അതെ, ഈ സന്ദേശവുമായി കടന്നു വന്നവർ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്, അവരെല്ലാവരെയും നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ബറക്കത്ത് ഇബ്നു നൗഫൽ ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ അന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഈ നാട്ടുകാരങ്ങയെ പുറത്താക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ കൂടെ സപ്പോർട്ട് ചെയ്ത്, അങ്ങയുടെ കൂടെ ഞാൻ അങ്ങേക്കെതിരെ വരുന്നവരെ പ്രതിരോധിച്ചുകൊണ്ട് അങ്ങയുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹിനോട് ബറക്കത്ത് ഇബ്നു നൗഫൽ പറയുകയാ. അവിടെ നിന്ന് സഹോദരന്മാരെ, ഈ വിശുദ്ധ ഖുർആനിന്റെ പ്രയാണം ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ പ്രയാണം ആരംഭിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോട് ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മറ്റുള്ളവരിലേക്ക് ഇറക്കി കൊടുക്കാൻ പറയുകയാണ്. ആ സമയത്ത് കടുകട്ടി പോലെയുള്ള ഹൃദയങ്ങളുള്ള മനുഷ്യന്മാർ ആ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരാളാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ശരീരം മരവിച്ച, അതായത് ഹൃദയം മരവിച്ച കരിങ്കല്ല് പോലെയുള്ള ഹൃദയത്തിന്റെ ആളുകൾ അവിടെയുണ്ട്. എന്നാൽ അതിനേക്കാൾ ശക്തമായ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിയം മിൻ ഖശിയത്തില്ലാഹ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ നാം ഇറക്കിയത് ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നെങ്കിൽ ആ ഖുർആനിന്റെ ആശയം ഗ്രഹിക്കാൻ പറ്റാതെ, താങ്ങാനാവാതെ, അതിന്റെ ആശയം താങ്ങാനാവാതെ ഭയപ്പെട്ടുകൊണ്ട് ആ പർവ്വതം തകർന്ന് തരിപ്പണമാകുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നാൽ ആ വിശുദ്ധ ഖുർആൻ അവിടെയുള്ള സകല ആളുകളെയും മാറ്റുകയാണ്, പരിവർത്തനം നടത്തുകയാണ് ഖുർആനിന്റെ ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ട്. വിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ആളുകളെ കോതി കേൾപ്പിച്ചുകൊണ്ട് അവിടെ പരിവർത്തനം നടത്തുകയാണ്. ആ പരിവർത്തനത്തിൽ ആകൃഷ്ടനായ, ആ ഖുർആനിന്റെ വചനങ്ങളിൽ ആകൃഷ്ടനായ മഹാവ്യക്തിത്വമായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ അവതരിപ്പിക്കുകയാണ്. ഒരു ദിവസം രാത്രി സമയത്ത്, അതായത് ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം രാത്രി പകലൊന്നുമില്ല. അവർക്ക് മദ്യപിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, മദ്യപിക്കും. അതിന് കമ്പനി അടിക്കാൻ കൂട്ടുകാരെ അന്വേഷിക്കും. കൂട്ടുകാർ ഒരുമിച്ചുകൊണ്ട് കഅബയുടെ അടുത്ത് വന്നുകൊണ്ടാണ് സാധാരണ ചിലപ്പോഴൊക്കെ ഇവർ മദ്യപിക്കാറുള്ളത്. ഉടനെ ഉമർ ഇതുപോലെ മദ്യപിക്കണമെന്ന് തോന്നിയപ്പോൾ ഒരു രാത്രി സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. തന്റെ കൂട്ടുകാരെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. കൂട്ടുകാരെ ഒന്നും കണ്ടില്ല. അവസാനം അദ്ദേഹം തീരുമാനിച്ചു, ഏതായാലും ഇറങ്ങിയതല്ലേ, കഅബയിൽ പോയി ഒരു 7 തവാഫ് ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് മനസ്സിലാക്കി കഅബയുടെ അരികിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മന്ദം നീങ്ങുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ കഅബയുടെ അരികിലെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. വശ്യമനോഹരമായ സുന്ദരമായ ശൈലിയിൽ സൂറത്തുൽ ഹാഖ, അൽഹാഖതു മൽഹാഖ, ആ
വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ ഈരടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുകയാണ്. ആ നമസ്കാരം, ആ ഖുർആൻ പാരായണം ഉമർ റളിയല്ലാഹു അൻഹു കഅബയുടെ കില്ലയുടെ മറവിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് കേൾക്കുകയാണ്. കാരണം നേർക്കുനേരെ കേൾക്കാൻ അവരുടെ അദ്ദേഹത്തിന്റെ മനസ്സനുവദിച്ചില്ല. കാരണം ഖുറൈശികൾ വലിയ അഭിമാനികളാണ്. അതുകൊണ്ട് മുഹമ്മദ് ആ സമയത്ത് വെറുക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദിന്റെ വാക്ക് നേർക്കുനേരെ കേൾക്കാൻ ഉമർ തയ്യാറായില്ല. ഒരു കില്ലയുടെ കഅബയുടെ കില്ലയുടെ മറവിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് ഉമർ ആ വാക്യം കേൾക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ വചനങ്ങൾ കേട്ട ഉമർ ഖൗഫോടെ പതിയിരുന്നുരവിടുന്നേ. നല്ലൊരു കവിയാണ് മുഹമ്മദ് അറിഞ്ഞിടണേ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹാഖ് ഇങ്ങനെ പാരായണം ചെയ്യുന്ന ആ മനോഹരമായ ആ ശൈലിയിൽ ആകൃഷ്ടനായ ഉമർ അദ്ദേഹത്തിന്റെ മനസ്സിൽ പറയാ, വേറെ ആരുമില്ല, ഇരുട്ടത്താണ്, ഒരു മനുഷ്യനില്ല. അദ്ദേഹം സ്വന്തത്തിനോട് പറയുകയാണ്. എന്താ പറയണത്? മുഹമ്മദ് നല്ലൊരു കവിയാണല്ലോ, ആ വാക്കുകൾ സർവ്വലോക രക്ഷിതാവായ അല്ലാഹു കേൾക്കുകയാണ്. പ്രവാചകൻ കേട്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല. അദ്ദേഹം തന്റെ മനസ്സിൽ പറഞ്ഞ ആ വാക്ക് അല്ലാഹു കേട്ടു. ഉടനെ തന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് അല്ലാഹു ഇറക്കുകയാ, വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലം മാ തുഅ്മിനൂൻ. ഇതൊരു കവിയുടെ വാക്കല്ല, വളരെ കുറച്ചേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. ഇതൊരു കവിയുടെ വാക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാരായണം ചെയ്യുകയാണ്. ഉമർ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചത് എങ്ങനെയാണ് മുഹമ്മദ് കേട്ടത്? ഇത് കവിയുടെ വാക്കല്ല എന്നാണോ മുഹമ്മദ് പറയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ഹൃദയത്തിൽ മന്ത്രിച്ചത് മുഹമ്മദ് കേട്ടു. എന്നാൽ മുഹമ്മദ് നല്ലൊരു ജ്യോത്സ്യനാണ് എന്ന് അദ്ദേഹം തന്നെ മനസ്സിൽ ചിന്തിക്കുക. ആ സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വീണ്ടും, വലാ ബിഖൗലി കാഹിൻ ഖലീലം മാ തദക്കറൂൻ. ഇതൊരു ജ്യോത്സ്യന്റെ വാക്കുമല്ല, വളരെ കുറച്ചേ നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കുന്നുള്ളൂ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിടുങ്ങിപ്പോയി. ഞാൻ എന്റെ മനസ്സിലൊന്ന് വിചാരിക്കുമ്പോഴേക്കും അതാ മുഹമ്മദ് അദ്ദേഹത്തിന്റെ നാവുകൊണ്ട് മനോഹരമായ ശൈലിയിൽ അത് പാരായണം ചെയ്യുകയാ. അവസാനം ഉമർ ചിന്തിക്കുന്നു, പിന്നെ ഇതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഇറക്കുന്നു, തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഇത് സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ഗ്രന്ഥമാണ്. ഇത് കേട്ട ഉമർ, കേട്ട സമയം ഉമറും സന്തോഷത്തോടുരയുന്നു. ശരിയാ മുഹമ്മദിൻ മാർഗം, കരീമായ നാഥൻ വചനം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറയാ, ഇത് മുഹമ്മദിന്റെ വാക്കല്ല, ഇതൊരു കവിയല്ല, ഇതൊരു കവിതയല്ല, ഇതൊരു ജ്യോത്സ്യനല്ല മുഹമ്മദ്. ഇത് സൃഷ്ടാവായ അല്ലാഹുവിന്റെ കാരുണ്യവാനായ റബ്ബിന്റെ വാക്ക് തന്നെയാണ്. ഇതെന്റെ ഹൃദയത്തിലേക്ക് പതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മഹാനായ ഉമർ അവിടെ തന്നെ ഇരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്, തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിന്നിൽ പതുങ്ങി നടക്കുകയാ. നട്ടപ്പാതിരാ സമയം പതുങ്ങി നടക്കുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ഉമറിനെയാണ്. എന്താ ഉമറെ, എന്താണ് ഈ സമയത്ത് ഇവിടെ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഖുർആനിന്റെ ആയത്തുകൾ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്, എന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്ന് ഉമറിന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, നാഥാ ഈ ഹൃദയത്തിലേക്ക് നീ ഖുർആനിന്റെ ആയത്തുകൾ ഇട്ടുകൊടുക്കണേ നാഥാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. പിന്നീടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പരസ്യമായി അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി പോകുന്നതും അവിടെ വെച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്നതും. പക്ഷെ അപ്പോ, അതായത് ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചില്ല. കാരണം എന്താണ്? ഖുറൈശിയാണ് എന്നുള്ള ഒരു അഭിമാനം മനസ്സിൽ വെച്ചുകൊണ്ട് തൽക്കാലം സ്വീകരിച്ചില്ല. പിന്നീട് വീണ്ടും പ്രവാചകനോട് വ്യക്തിപരമായി വിരോധം ഉമർ റളിയല്ലാഹു അൻഹു വെക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അബൂജഹലിന്റെ നേതൃത്വത്തിൽ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി, പ്രവാചകനെ കൊല്ലുന്ന മുഹമ്മദിനെ
കൊല്ലുന്ന ആൾക്ക് 100 ഒട്ടകം 100 പെണ്ണൊട്ടകം സമ്മാനമായി നൽകാമെന്ന പ്രഖ്യാപനം അവിടെ നടക്കുകയാണ്. ഉടനെ തന്നെ ആ പ്രഖ്യാപനം ഏറ്റെടുത്ത് ഉമർ മഹാനായ റസൂലുള്ളാഹിനെ കൊല്ലാൻ പുറപ്പെടുകയാ. മക്കത്തെ ജബലുകൾ കിടുകിടുത്തേ ശക്തനാം ഉമറിന്റെ വരവിനൊത്ത് ഹക്കൊത്ത മുഹമ്മദിൻ ശിരസറുത്ത് ഇക്കയിൽ കൊണ്ടുവരുമെന്ന് ഗർജിച്ച് വിടവാളൂരിയെടുത്ത് ഉമറത കുതിരപ്പുറത്ത് ഉശരത കാണിച്ചിട്ട് ഉടനടി പുറപ്പെട്ട് ഉലകിന്റെ തെളി ദീപം കെടുത്തുവാൻ വേണ്ടി ആ ഭാഗം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തലയെടുക്കാൻ കുതിരപ്പുറത്ത് ഉമർ അതിശീഘ്രം, അതായത് വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുക. ഈർഷ്യതയോടുകൂടെ ഉമറിനൊരു സ്വഭാവമുണ്ട്. തന്റെ ഉറയിൽ നിന്ന് വാളെടുത്താൽ ഒരാളുടെയെങ്കിലും തലവെട്ടാതെ ആ വാൾ തിരിച്ചു വെക്കുന്ന സ്വഭാവം ഉമറിനില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദിന്റെ തലയെടുക്കാനുള്ള പുറപ്പാടിലാണ്. പോകുന്ന സമയത്ത് ഒരു സഹോദരൻ കൈകാട്ടി നിർത്തി. എങ്ങോട്ടാ ഉമർ പോകുന്നത്? ആ പിഴച്ച മുഹമ്മദിന്റെ തലയെടുക്കാനാ. എന്തിന്റെ പേരില? അയാൾ നമ്മുടെ ആദർശങ്ങളെ, പാരമ്പര്യ വാദങ്ങളെ അയാൾ എതിർക്കുന്നുണ്ട്. എങ്കിൽ ആ പാരമ്പര്യവാദങ്ങളെ എതിർക്കുന്ന മുഹമ്മദിന്റെ കൂട്ടത്തില്, മുഹമ്മദിന്റെ മതത്തില് നിന്റെ സഹോദരി ഫാത്തിമ കയറി കൂടിയിട്ടുണ്ട്. അവൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അവളുടെ തല ആദ്യം പോയി എടുക്ക്, എന്നിട്ട് മതി നിനക്ക് മുഹമ്മദിന്റെ തലയെടുക്കാൻ. ഉടനെ കുതിരയെ തിരിച്ചുവിട്ടു. ഉടനെ കുതിരയെ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചുവിടുകയാണ്. ഊരകേട്ട് ഉടനുമറും മടങ്ങിപ്പോയേ ഉടൻ തന്നെ ഫാത്തിമയുടെ ഭവനം പൂണ്ടേ. പരിശുദ്ധ ഖുർആനിൻ വചനങ്ങൾ പഠിക്കാൻ പിരിശത്താൽ ഫാത്തിമയും സഅദൂറും ഇരിക്കും. സമയമിൽ ഖത്താബിന്റെ മകൻ ഉമർ വരുന്നേ, വാതിൽ മുട്ടുന്നേ, ഉമറത ഈർഷ്യത കാട്ടുന്നേ. വാതിലിൽ ശക്തമായി ഉമർ വന്നടിക്കുകയാണ്. ആ സമയത്ത് ആ വീടിന്റെ അകത്ത് ഉമറിന്റെ സഹോദരി ഫാത്തിമയും ഭർത്താവ് സഅദ് ഇബ്നു സഈദും അവരെ രണ്ടുപേർക്കും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഖബ്ബാബ് ഇബ്നു ഖറത്തും അവിടെ ഉണ്ട്. ഇവർ മൂന്നുപേരും ഇവർ രണ്ടുപേർക്ക് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമർ വന്നുകൊണ്ട് വാതിലിൽ മുട്ടുന്നത്. ആരാ? ഞാനാണ്, നിന്റെ സഹോദരൻ ഉമറാണ്. വാതിൽ തുറക്കടി. ഗാംഭീര്യത്തോടുകൂടെ, ദേഷ്യത്തോടുകൂടെ, ഈർഷ്യതയോടുകൂടെ ഉമർ ബഹളമുണ്ടാക്കുകയാണ്. ആ സമയത്ത് തന്റെ അളിയനായ സഅദ് ഇബ്നു സഈദ് ഉമറിനെ ഭയപ്പെട്ടൊരു ഭാഗത്ത് ഒളിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് ഖബ്ബാബ് ഇബ്നു ഹറത്ത് അവിടെയുണ്ട്. ഫാത്തിമ വാതിൽ തുറന്നു കൊടുത്തു. ഫാത്തിമയുമായി ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ സമയത്ത് ഖബ്ബാബ് ഇബ്നു ഹറത്ത് റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാ, അല്ലാഹുവിന്റെ ഗ്രന്ഥം, അല്ലാഹുവിന്റെ അമൃത വചനം, ഈ ലോകത്തിന്റെ മാർഗദർശനമായി അല്ലാഹു അയച്ചു തന്ന ഈ ഗ്രന്ഥം എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഉമറിനെ പേടിക്കുന്നത്? ഞാൻ ആരെയാണ് ഭയപ്പെടുന്നത്? ഉറക്കനെ ഉമർ കേൾക്കുന്ന രൂപത്തില് മഹാനായ ഖബ്ബാബ് ഇബ്നു ഹറത്ത് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹ. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹ മനോഹരമായ രൂപത്തില് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുകയാ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുമായി നടത്തുന്ന സംഭാഷണം. ഇന്നി ഫഖ്ലാന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവാ. മൂസേ, നീ പരിശുദ്ധമായ ഒരു താഴ്വരയിലാണുള്ളത്. ചെരുപ്പുകൾ അഴിച്ചു വെച്ച് ഇങ്ങോട്ട് കയറി വാ. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാ, വ അന ഖ്തർതുക, നിന്നെ ഞാൻ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫസ്തമിഅ ലിമാ യുഹാ, നിനക്ക് നൽകുന്ന സന്ദേശം നീ അത് ഗാംഭീര്യത്തോടുകൂടെ കേൾക്കണേ, ശ്രദ്ധയോടുകൂടെ കേൾക്കണേ. എന്താണ് ആ സന്ദേശം? ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദുനി
വഖിമിസ്സലാത്ത ലിദിക്രി. അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, ഇന്നനി തീർച്ചയായും ഞാൻ തന്നെയാണ് അല്ലാഹ്, ഞാൻ തന്നെയാണ് അല്ലാഹ്. ഫഅബ്ദുനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണേ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉറക്കനെ പാരായണം ചെയ്യുമ്പോൾ ഉമറിന്റെ മുഖഭാവം മാറുകയാണ്. ഉമറിന്റെ ഹൃദയത്തിലേക്ക്, കരിങ്കല്ല് പോലത്തെ ഹൃദയത്തിലേക്ക് ആ ഖുർആനിന്റെ ആയത്തുകൾ തുളച്ചു കയറുകയാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈകാലുകൾ കുഴയുകയാ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ എന്താണ് കേട്ടത്? ഫാത്തിമ പറഞ്ഞു, അതാണ് ഉമറേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം, അതാണ് ഉമറേ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ ഗ്രന്ഥം, അതാണ് ഉമറേ കുടുംബ ബന്ധം പുലർത്തണമെന്ന് പറഞ്ഞ ഗ്രന്ഥം, അതാണ് ഉമറേ ലോകത്ത് രക്തം ചിന്തരുത് എന്ന് പറഞ്ഞ ഗ്രന്ഥം, അതാണ് ഉമറേ നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്ന് ഞങ്ങളോട് ആജ്ഞാപിച്ച പരിശുദ്ധമായ ഗ്രന്ഥം. കരഞ്ഞുപോയി. കരഞ്ഞുകൊണ്ട് ഫാത്തിമയോട് ചോദിക്കുക, ഫാത്തിമ, ആ ഗ്രന്ഥം എനിക്കൊന്ന് തരുമോ? ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. ഫാത്തിമ പറഞ്ഞു, ഇല്ല, നീ പോയി കുളിച്ച് ശുദ്ധിയായി വാ. ഒരു കൊച്ചു കുട്ടിയെ പോലെ ഉമർ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് കുളിച്ച് ശുദ്ധിയായി ഓടി വന്നുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ മുമ്പിൽ നിൽക്കുകയാ. ആ ഗ്രന്ഥം കൈകളിൽ കൊടുത്തു. അത് വായിച്ച് കണ്ണുനീരൊലിപ്പിച്ച് തന്റെ വാളുകൾ ഉറയിലേക്ക് ഇട്ട് അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ അന്വേഷിക്കുകയാ. എവിടെയാണ് എന്റെ ഹബീബ്? എവിടെയാണ് എന്റെ ഹബീബ്? ഞാൻ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ട, തലയെടുക്കാൻ വേണ്ടി പുറപ്പെട്ട മുഹമ്മദ് എവിടെയാണ്? എന്റെ ഹബീബ് എവിടെയാണ്? എന്റെ മുത്തെവിടെയാണ്? എന്റെ മുത്തിനെ എനിക്ക് കാണണം, എന്റെ ഹബീബിനെ എനിക്ക് കാണണം. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഇന്ന സ്ഥലത്തുണ്ട്. ഓടിച്ചെന്നുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുകയാണ്. അവിടുന്ന് തരംഗം കുറിക്കുകയാണ് പിന്നീട് ഖുർആൻ. ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതം, അവന്റെ ദാമ്പത്യ ജീവിതം, അവന്റെ സാമൂഹിക ജീവിതം, അവന്റെ സാമ്പത്തിക രംഗം, അവന്റെ രാഷ്ട്രീയ മേഖലകള്, അതായത് ഒരു മനുഷ്യൻ ജീവിക്കുന്ന അവന്റെ നിഖില മേഖലകളിൽ എന്താവാൻ പാടില്ല എന്ന വളരെ കൃത്യമായ നിർദ്ദേശം നൽകുന്ന, മാർഗദർശനം നൽകുന്ന അല്ലാഹുവിന്റെ പരിപാവനമായ ആ ഗ്രന്ഥം ജനങ്ങളിലേക്ക് ആദ്യം വിട്ടുകൊടുത്തത് എന്താണെന്നറിയോ? വിശ്വാസമാണ്. അതായത് അല്ലാഹു ആരാണെന്നുള്ള തൗഹീദി വിശ്വാസം. ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും വലഖദ് ബഅസനാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും എവിടെയെല്ലാം സമുദായങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലാഹു പറയാ, അവിടെയെല്ലാം ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരകിലവും ലോകത്തോട് പറഞ്ഞത് അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക, നിങ്ങൾ അല്ലാഹുവിലെ മറ്റുള്ള സകല മൂർത്തികളെയും ദുർമൂർത്തികളെയും നിങ്ങൾ കൈവടിയുക. ആ തൗഹീദ് ഉൾക്കൊണ്ട ആ ഒരു സമൂഹത്തിന്റെ പാരമ്പര്യമാണ് സഹോദരന്മാരെ എനിക്കും നിങ്ങൾക്കുമുള്ളത്. നമ്മളൊക്കെ തൗഹീദ് ഉയർത്തിപ്പിടിക്കുന്നവരാണ്, തൗഹീദ് മുറുകെ പിടിക്കുന്നവരാണ്. പക്ഷെ വിശ്വാസപരമായി നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താ എന്ന്, അള്ളാഹുവിനെ എല്ലാവരും ആരാധിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുമ്പോ കേരളത്തിലെ അവസ്ഥ എന്താ? കേരളത്തിൽ വരിയായി ഔലിയ ജാറങ്ങൾ നിരയായി കേട്ടിടണേ മാലോകരെ നിങ്ങൾ ശിർക്കിന്റെ പേക്കൂത്തുകൾ. പുരോഹിത വർഗത്തിന്റെ കരങ്ങളിൽ കുടുങ്ങി പരിശുദ്ധ ഖുർആൻ ഖത്തം ഓത്തിൽ ഒതുക്കി പടച്ചവൻ പോരാ എന്ന വിശ്വാസത്തിൽ കുരുങ്ങി. കേരളത്തിൽ വരിയായി ഔലിയ ജാറങ്ങൾ നിരയായി കേട്ടിടണേ മാലോകരെ നിങ്ങൾ ശിർക്കിന്റെ പേക്കൂത്തുകൾ. കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സഞ്ചരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും തങ്ങൾ ജാറം, ബീവി ജാറം, മുനമ്പത്ത ജാറം, ബീവി ഉമ്മച്ചനാറം, പുത്തമ്പള്ളി ജാറം, ഭീമാപ്പള്ളി ജാറം, അതുപോലെ തന്നെ മമ്പുറം ജാറം, അങ്ങനെ തുടങ്ങി ഈ വരുന്ന ചുരത്തിൽ ഒരു ജാറുണ്ട് തോന്നുന്നു അല്ലെ, വരുന്ന വഴിക്ക് ചുരത്തിലും ജാറം. നോക്കൂ നിങ്ങള്, സകലമാന സ്ഥലങ്ങളിലും പോയി ഈ ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യാ, ആളുകൾ ഇങ്ങനെ അവരോട് പ്രാർത്ഥിക്കുക, അവരോട് സങ്കടം പറയാ, അവരോട് വിഷമങ്ങളും അതുപോലെ തന്നെ സങ്കടങ്ങളും
നിങ്ങളും പറയാ. എന്തേ കാരണം? പരിശുദ്ധ ഖുർആനിനെ ഖത്തമൂത്തിൽ ഒതുക്കി. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മരിച്ചോട് തോന്നുന്ന ഒരു ഗ്രന്ഥമാണ്. അത് റമളാനിക്ക് ഖത്തം തീർക്കാനുള്ളതാ അല്ലേ? എന്നിട്ടോ അതിന് പറയുന്ന ന്യായീകരണമുണ്ട്. ബിദ്അത്ത് ശിർക്കുമായി നടക്കുന്നൊരകിലം പറയുന്നു പാരമ്പര്യമായി വന്നു സകലം. അതുകൊണ്ട് ഉപേക്ഷിക്കാൻ സാധ്യമല്ല സദയം. കബറുകൾ കെട്ടിപ്പൊക്കൽ നിഷിദ്ധമാക്കി ഇസ്ലാം. കബറാളിയോട് തേടൽ നിരോധിച്ചത് ഇസ്ലാം. അല്ലാഹു പൊറുക്കില്ലെന്നറിയിച്ചതും ഇസ്ലാം. കേരളത്തിൽ വരി വരി വരിയായി ഔലിയ ജാറങ്ങൾ നിരയായി കേട്ടിടണേ മാലോകരെ നിങ്ങൾ ശിർക്കിന്റെ പേക്കൂത്തുകൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. ആ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പ്രാർത്ഥന പറയുന്നുണ്ട്. ആ ഖുർആൻ 25 പ്രവാചകന്മാർ നടത്തിയ പ്രബോധന ദൗത്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ആയത്ത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹു അല്ലാത്തവരോട് സങ്കടം പറയാൻ, അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കാൻ ഒരിക്കലും ഖുർആൻ പറയുന്നില്ല. എന്ന് മാത്രമല്ല, അത് ഖുർആനിന് എതിരാണ്. ആ ഖുർആൻ മാനവ ലോകത്തിന് സമർപ്പിക്കുന്ന ആദർശം എന്താണോ ആ ആദർശത്തിനെതിരാണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ഖബറുകളിൽ പോയിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നമുക്കറിയാം കേരളത്തിലെ ഒരു അവസ്ഥ. സി എം മടവൂരി എന്ന് പറയുന്ന കോഴിക്കോട് ജീവിച്ച ഒരു മനുഷ്യൻ, ആ ജീവിച്ചു പോയ മനുഷ്യനെ അയാൾ ആദ്യം ഔലിയപ്പാപ്പാക്കി. അയാള് മറ്റേ കാറ് നിയന്ത്രിക്കുന്നു, റോഡ് നിയന്ത്രിക്കുന്നു, ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നു, അതേപോലെ തന്നെ ട്രെയിൻ നിയന്ത്രിക്കുന്നു. അങ്ങനെ പറഞ്ഞു അവസാനം എന്തായി? മുദബ്ബിറുൽ ആലം ലോകം നിയന്ത്രിക്കുന്നു എന്നായി. അപ്പൊ നമ്മളിങ്ങനെ ഖുർആൻ പഠിച്ച ആ ഖുർആനിന്റെ വാക്താക്കളായ നമ്മൾ അവരോട് ചോദിക്കുക, നിങ്ങൾ പറഞ്ഞു സി എം മടവൂരിനെ പടച്ചോനാക്കണോ? നിങ്ങൾ പറഞ്ഞു സി എം മടവൂരിനെ പടച്ചോനാക്കണോ? അപ്പൊ അവര് മറുപടി തന്നു പാട്ടിലൂടെ. എങ്ങനെയാണെന്നറിയാ? മടവൂരാരാ പടച്ചോനാണോ ചോദിക്കുന്നവനോട് നീ ചൊല്ലി, അതെ അത് മടവൂരാണ്, ഞങ്ങളെ പടച്ചോനോർക്കേണേ ഹൂ അല്ലാ മടവൂരേ, ഹൂ അല്ലാ മടവൂരേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തൊരു അപകടമാണെന്ന് ആലോചിക്കുന്നത്. ഖുർആനിന്റെ വാക്താക്കളാണ്, ഖുർആനിന്റെ അനുയായികളാ അല്ലേ? നമ്മൾ ഇത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് അള്ളാന്റെ ഖുർആൻ പറയുന്ന വാക്കെന്താണെന്നറിയോ? കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഉത്തമ സമൂഹമാണ്. ആര്? സുന്നി മുജാഹിദ് ജമാഅത്ത് എന്നല്ല, ഈ മുസ്ലിം സമുദായത്തെ ഒന്നാകെ അല്ലാഹ് അടക്കി പറയാ. നിങ്ങളൊരു ഉത്തമ സമൂഹമാണ്. തിന്മകൾക്കെതിരെ ശക്തമായി പ്രതിരോധിക്കുന്ന, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു ഉത്തമ സമൂഹത്തിന്റെ ആളുകളാണ് നിങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ കുറിച്ച് പറയാ. ആരെ കുറിച്ച്? എന്നെയും നിങ്ങളെയും കുറിച്ച് അല്ലെ? ഈ കേരളത്തിലെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെ കുറിച്ച്. പക്ഷെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താ? അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന മുൻ DGPക്ക് ഉള്ള അറിവ് പോലും ഇന്ന് മുസ്ലിങ്ങളിൽ പലർക്കും ഖുർആനുമായി ബന്ധപ്പെട്ടില്ല. ശരിയല്ലേ? അമുസ്ലിങ്ങളായ ആളുകൾക്കുള്ള അറിവ് പോലും ഇല്ല. നമ്മുടെ അവസ്ഥ എന്താ? അതിനേക്കാൾ മോശമാണ്. അതായത് ഒരു ഡോക്ടറെ രണ്ട് ഭ്രാന്തന്മാരെ ചികിത്സിച്ച്, 2 ഭ്രാന്തന്മാരെ, അതായത് മുഴുവട്ടുള്ള ആളുകളെ. ഇപ്പൊ പുള്ളി 6 മാസത്തെ ട്രീറ്റ്മെന്റ് നടത്തുക. 6 മാസം ഇവർക്ക് ഗുളിക മരുന്നൊക്കെ കൊടുത്തു. 6 മാസം കഴിഞ്ഞപ്പോൾ ഇവരൊന്ന് പരിശോധിക്കണം. ഇവരെ വട്ട് മാറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇവരൊന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. ഡോക്ടറുടെ റൂമിലേക്ക് കൊണ്ടുപോയി ഇതുപോലെ 2 കസേര ഇട്ടു കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു 2 ആള് സൈക്കിൾ ഓട്ടാൻ പറഞ്ഞു. അപ്പോ ഒരാള് ഡോക്ടർ പറഞ്ഞ ഉടനെ തന്നെ സൈക്കിൾ ഓട്ടലിടും. ഭയങ്കര ചവിട്ടില്ല, കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചവിട്ടൽ തുടങ്ങി. മറ്റാളോ പുള്ളി ചവിട്ടില്ല, പുള്ളി ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ. അപ്പൊ ഡോക്ടർക്ക് പകുതി സമാധാനായി. അതായത് 2-ൽ ഒരാളുടെ രോഗം മാറിയിട്ടുണ്ട് അല്ലേ? ഇനി ഒരാളെ ചികിത്സിച്ചാൽ മതി. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്ത് ആ സൈക്കിൾ ഔട്ടിനോട് പറഞ്ഞു തൽക്കാലം നിർത്തും. അങ്ങനെ അവൻ എണീച്ച് കസേര അപ്പുറത്ത് കൊണ്ടിട്ട് കൊടുത്തിട്ട് പറഞ്ഞു മോൻ ഇവിടെ നിന്നൊരു ചവിട്ടിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടെ ഡോക്ടർ ആ സൈക്കിൾ ചവിട്ടാത്ത ചെങ്ങായിന്റെ അടുത്തേക്ക് വരിക. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സുഖല്ലേ? ആ സുഖാണ്. ആ സുഖമൊക്കെ മാറിയല്ലേ? ആ മാറി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, ഇപ്പൊ എല്ലാം മാറി. എന്നാലും ചോദിച്ചോട്ടെ,
രണ്ടാളോട് സൈക്കിൾ ചവിട്ടാൻ പറഞ്ഞപ്പോ നീ എന്തേ സൈക്കിൾ ചവിട്ടാതിരുന്നത്? ഞാൻ പാലത്തുമെന്ന് ഇറങ്ങുകയാണ്, പിന്നെ ഇറക്കത്തിൽ ചവിട്ടേണ്ട കാര്യമല്ലല്ലോ. അതിലും വലിയ ഭ്രാന്ത ചങ്ങായി, മനസ്സിലായോ? ഞാൻ പാലത്തുമെന്ന് ഇറങ്ങുകയാണ്, അപ്പൊ പിന്നെ എന്താ ചവിട്ടേണ്ട ആവശ്യമില്ല. ഇതാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ. ഖുർആൻ പഠിച്ച് മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കേണ്ട ആളുകൾ അതിനേക്കാൾ പിഴച്ച വിശ്വാസത്തില് അള്ളാഹുവിന്റെ അടിയാന്മാരുകളെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന പേപ്പർ തന്നെ ഇപ്പൊ നിർത്തുട്ടാ, അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന ആ രൂപത്തിലുള്ള അപകടകരമായ വിശ്വാസം വിശുദ്ധ ഖുർആൻ ആ മേഖലകളിലെല്ലാം കടന്നു ചെന്ന് വിക്ര ബിസ്മി വായിക്കാനും പഠിക്കാനും നിങ്ങളോട് പഠിക്കാനും പറഞ്ഞ് ആരംഭിച്ച് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 281-ാമത്തെ ആയത്തിലൂടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മാനവരാശിയെ ക്ഷണിക്കുകയാ. എവിടേക്കാ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങൾ എല്ലാവരും മരണത്തെ പുൽകുന്നവരാണ്. മതിമറന്ന് അഹങ്കാരം നടിക്കുന്ന മനുഷ്യനെ മറക്കല്ലേ ഇഹലോകം മരീചികയെന്ന്. റബ്ബിന് ശുക്ർ ചെയ്യാൻ ഒരിക്കലും മടിക്കിടല്ലേ. നാളെ കാരുണ്യവാനായ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോവേണ്ടവരാണ് നിങ്ങൾ എന്ന ചിന്താബോധത്തോടുകൂടെ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ പഠിതാക്കളായ നമ്മൾ ആ ഖുർആനിനെ മുറുകെ പിടിച്ച് ആ ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഖുർആനിന്റെ വാക്താക്കളായി ആ ഖുർആൻ ജീവിതത്തിൽ പകർത്തി നാളെ കാരുണ്യവാനായ റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന യഥാർത്ഥ മുത്തഖ്വീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഇത് തൃപ്തിയായിട്ടില്ല, നിങ്ങൾക്കായിട്ടുണ്ടോ ഉള്ളത് എനിക്കറിയില്ല. സമയം വേണം, കൂടെ പാടാൻ ആള് വേണം, സിസ്റ്റങ്ങൾ വേണം. അപ്പൊ അതിൻ്റെതായ ചെറിയ പോരായ്മകളെ കൊണ്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ സ്വർഗീയ ഭവനത്തിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.